പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഫിഷറീസുകാരെ സംബന്ധിച്ച് നമുക്കറിയാം, ഫിഷറീസ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ശേഷം ഇങ്ങനെ ഓരോ പരീക്ഷകളായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഫിഷറീസ് ഓഫീസർ വന്നു, ഇപ്പോൾ ഇതാ അടുത്തൊരു നോട്ടിഫിക്കേഷൻ വന്നു. കഴിഞ്ഞ ദിവസം കേരള PSC പുറപ്പെടുവിച്ച 171 നോട്ടിഫിക്കേഷനാണ്. എല്ലാം കൂടി ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ ആയിട്ട് 171 നോട്ടിഫിക്കേഷനാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതിൽ ഫിഷറീസുകാരെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, അല്ലെങ്കിൽ സുവോളജി MSc സുവോളജിക്കാരെയൊക്കെ സംബന്ധിച്ച് അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊജക്ട് ഓഫീസർ അപ്പെക്സ് സൊസൈറ്റിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നോട്ടിഫിക്കേഷന്റെ വാർത്തകൾ നിങ്ങളെ അറിയിച്ചു. എങ്കിലും ഏറ്റവും പുതിയ അപ്ഡേഷൻസ്, അതായത് നമുക്കിപ്പം അറിയേണ്ട ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അതിന്റെ മുൻകാല റാങ്ക് പട്ടിക അടക്കം, അഡ്വൈസ് ഡീറ്റെയിൽസ് അടക്കം, അതിന്റെ സിലബസ് അടക്കം അറിയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ കൂടി വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, നമുക്ക് ആദ്യം ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് നോട്ട് ചെയ്തിട്ട് വരാം. അപ്പൊ നോക്കിയേ, പ്രൊജക്ട് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 754/2025 ആണ്. അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരളയിലേക്ക് പ്രൊജക്ട് ഓഫീസറിനെയാണ് വിളിച്ചിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ 14,620 to 25,280 ബേസിക് പേ സ്കെയിൽ. അതിന് മാറ്റം ഉണ്ടാവും. ഇത് പഴയ സ്കെയിലാണ് കൊടുത്തിരിക്കുന്നത്, ഈ സ്കെയിൽ അല്ല കേട്ടോ. ഈ സ്കെയിലിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ പഴയ സ്കെയിലാണ് ഇപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് കേട്ടോ, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം സുവോളജിക്കാർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. MSc സുവോളജിക്കാർക്ക്, BSc പറ്റത്തില്ല, MSc സുവോളജിക്കാർക്കെല്ലാം അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ BFSC MFSC തുടങ്ങി ഫിഷറീസിലെ ഡിഗ്രിയും PG ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് പ്രൊജക്ട് ഓഫീസറിന്റെ പോസ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിന് 40 വയസ്സ് വരെ, ഏജ് ലിമിറ്റ് 40 വയസ്സ് വരെയാണ്. ജനറൽ കാറ്റഗറിക്ക് 40 വയസ്സ് വരെയും, OBC വിഭാഗക്കാർക്ക് 43 വയസ്സ് വരെയും, ST ST വിഭാഗക്കാർക്ക് 45 വയസ്സ് വരെയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ വന്നിരിക്കുന്നത്, പ്രായപരിധി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ജനറൽ കാറ്റഗറിക്കാർക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പൊ അവസരം നഷ്ടപ്പെട്ടിട്ട് പോയി എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. എൻ്റെ 36 വയസ്സാണ് സാധാരണ ഫിഷറീസ് ഓഫീസറൊക്കെ വിളിക്കുന്നത്. അപ്പം അതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റാതെ, ഫിഷറീസ് ഓഫീസർ പോലുള്ള പോസ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയ ആളുകളുണ്ട്. അവരൊക്കെ നിരാശയിലായിരിക്കും. അവർക്കൊക്കെ ഒരു പുതുവത്സര സമ്മാനമായിട്ടാണ് കേരള PSC ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ MSc സുവോളജി കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ, ഈ ഒരു MSc സുവോളജി കഴിഞ്ഞവർക്കും അതുപോലെ ഫിഷറീസ് കഴിഞ്ഞവർക്കും ഒക്കെ ഏജ് ഓവർ ആയി കഴിഞ്ഞവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്ത് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും ഇതൊരു അവസരമായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി 4/2/2026 ആണ്. ഫെബ്രുവരി 4-ാം തീയതി വരെ അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മൾ അതുവരെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ മറന്നു പോകും, ചിലപ്പോൾ ഈ സൈറ്റുകളെല്ലാം ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന 171 നോട്ടിഫിക്കേഷൻ്റെയും ലാസ്റ്റ് ഡേറ്റ് 4/2 ആണ്, ഫെബ്രുവരി 4-ാം തീയതിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, പ്രൊജക്ട് ഓഫീസറിന് വേണ്ടി അപ്ലൈ ചെയ്ത് അതിന് പഠനം ആരംഭിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ലിസ്റ്റ് ഉണ്ട്. ആ കഴിഞ്ഞ ലിസ്റ്റിന് എത്ര പേരെ ആ ഒരു റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എത്ര അഡ്വൈസുകൾ നടന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ ആദ്യ റാങ്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥി എത്ര മാർക്ക് വാങ്ങിയിട്ടുണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കിപ്പോകാം. നോക്കിയേ, ഇത് കഴിഞ്ഞ റാങ്ക് പട്ടികയാണ് കേട്ടോ, ഇത് കഴിഞ്ഞ റാങ്ക് പട്ടികയാണ്. അപ്പോൾ കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നോക്കിയേ, 62.33 മാർക്കാണ് ടെസ്റ്റിന് വാങ്ങിയിരിക്കുന്നത്. ഇത് ഇന്റർവ്യൂ ഉള്ള പോസ്റ്റാണ് കേട്ടോ, ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ 62.33 മാർക്കാണ് എഴുത്തു പരീക്ഷയിലെ ആദ്യ റാങ്കുകാരൻ വാങ്ങിച്ചിരിക്കുന്ന മാർക്ക് കേട്ടോ. ആദ്യ റാങ്കിന് 62.33 ആണ്. പിന്നെ എന്താണ്, ഇന്റർവ്യൂവിന്റെ മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ വന്നിരിക്കുന്നത്, മാർക്ക് വന്നിരിക്കുന്നത്. 75.33 മാർക്കാണ് ആദ്യ റാങ്കുകാരന്റെ മാർക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇന്റർവ്യൂവിന്റെ മാർക്ക് ആഡ് ചെയ്യുന്നുണ്ട്, എഴുത്തു പരീക്ഷയുടെ മാർക്കും ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഫൈനൽ ആയിട്ടുള്ള ടോട്ടൽ മാർക്ക് തരും. ഈ ടോട്ടൽ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വരുന്നത്, റാങ്ക് പട്ടിക വരുന്നതും. ആ റാങ്ക് പട്ടികയിൽ നിന്നാണ് നിയമനങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ നമ്മുടെ അപ്പെക്സ് സൊസൈറ്റീസിലെ പ്രൊജക്ട് ഓഫീസർക്ക് എത്ര പേരെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് നോക്കാം. നമുക്ക് മെയിൻ റാങ്ക് പട്ടികയാണ്. മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം. 108 പേരാണ് കേട്ടോ, 108 പേരെ
മെയിൽ ലിസ്റ്റിൽ 108 പേരെ ഉൾപ്പെടുത്തിയ ലിസ്റ്റാണ്. 108 പേരെ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ലിസ്റ്റാണ് കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ്. ഈ ഒരു ലിസ്റ്റിന് ഇനി എത്ര കാലാവധി ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം, എത്ര അഡ്വൈസും പോയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, ഇതാണ് നമ്മുടെ അഡ്വൈസ് ഡീറ്റെയിൽസ്. നോക്കിയേ, പ്രൊജക്ട് ഓഫീസർ പാർട്ട് 1 ജനറൽ കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ മത്സ്യഫെഡ്. അപ്പൊ നോക്കിയേ, പ്രൊജക്ട് ഓഫീസർ പാർട്ട് 1 ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അപ്പെക്സ് സൊസൈറ്റീസ്. ഈ റാങ്ക് പട്ടിക നിലവിൽ വന്ന എന്നാ 1/6/2023 ഈ റാങ്ക് പട്ടിക നിലവിൽ വന്നത്. 1/6/2023. സ്വാഭാവികമായും 3 വർഷത്തെ കാലയളവാണ് ഒരു റാങ്ക് പട്ടികയ്ക്ക് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും 1/6/2026 ഈ റാങ്ക് പട്ടിക റദ്ദാവും അല്ലേ? നോക്കി, 1/6/2023 വന്ന റാങ്ക് പട്ടികയാണ്. 3 വർഷ കാലയളവ് വരുമ്പോൾ 1/6/2026 ഈ റാങ്ക് പട്ടിക റദ്ദാവും. അപ്പോൾ ഈ നിലവിലുള്ള ലിസ്റ്റിന്റെ കാലാവധി 6 മാസം കൂടിയേ ഉള്ളൂ. 6 മാസം കാലാവധി കൂടിയേ ഉള്ളൂ നിലവിൽ ഇപ്പോൾ ഇരിക്കുന്ന ലിസ്റ്റിന്റെ കാലാവധി എന്നുള്ളത് ഓർക്കുക. ഇതുവരെ പോയിട്ടുള്ള ഈ 2.5 വർഷം ആയപ്പോൾ ഇതുവരെ പോയിട്ടുള്ള ടോട്ടൽ അഡ്വൈസ് 76 ആണ് കേട്ടോ. 76 ടോട്ടൽ അഡ്വൈസ് പോയൊരു പോസ്റ്റാണ്. ചെറിയ കാര്യമല്ല, ചെറുതല്ല. 76 ടോട്ടൽ അഡ്വൈസ്, 6 മാസം ലിസ്റ്റിന്റെ കാലാവധി തീരാൻ 6 മാസം ശേഷിക്ക് 76 ടോട്ടൽ അഡ്വൈസ് പോയൊരു പോസ്റ്റാണ് പ്രൊജക്ട് ഓഫീസറുടെ പോസ്റ്റ് എന്ന് ഓർക്കുക. 4/11/2025 ലാസ്റ്റ് ഒരു ലാസ്റ്റ് അഡ്വൈസ് പോയത്. 4/11 നവംബർ മാസത്തിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഓപ്പൺ ഈ 76 ടോട്ടൽ അഡ്വൈസിൽ ഓപ്പൺ 71 വരെ പോയിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ 71 വരെ പോയിട്ടുണ്ട്. SC ഷെഡ്യൂൾഡ് കാസ്റ്റ് 102 വരെ പോയിട്ടുണ്ട്. ST ഷെഡ്യൂൾഡ് ട്രൈബ് സപ്ലിമെന്ററി ലിസ്റ്റിലെ 1ാമത്തെ ആള് പോയിട്ടുണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ EWS നോക്കി, EWS 90ാമത് കടന്ന EWS കാരൻ പോയിട്ടുണ്ട്. 90ാമത് കടന്ന EWS കാരനും പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ 76 അഡ്വൈസ് ആണ്. ഇനി 6 മാസം കൂടി ലിസ്റ്റിന് കാലാവധി ഉണ്ട്. ടോട്ടൽ ഇതുവരെ നടന്നിട്ടുള്ള 76 ടോട്ടൽ അഡ്വൈസ് ആണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഫിഷറീസുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അവസരം തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. ഫിഷറീസുകാർക്ക് മാത്രമല്ല, സുവോളജിക്കാർക്കും നന്നായിട്ടൊന്ന് വർക്ക് ചെയ്താൽ, ഫിഷറീസ് ഓഫീസർ എന്നൊക്കെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നന്നായിട്ടൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പരീക്ഷ കൂടിയാണ്, നല്ലൊരു അവസരം കൂടിയാണിത്. ഓക്കെ, അപ്പൊ നോക്കിയേ, സിലബസ് നോക്കിയേ. നമ്മുടെ സിലബസ് പഴയ 2020 സിലബസ് ആണ്. സിലബസിൽ മാറ്റം വരാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ ടോട്ടൽ 100 മാർക്കിന്റെ ഒരു പരീക്ഷയായിരിക്കും ഉണ്ടാവുക. ഒറ്റ പരീക്ഷ കാണത്തുള്ളൂ, 100 മാർക്കിന്റെ പരീക്ഷയാണ്. പാർട്ട് 1 20 മാർക്ക്. നോക്കി, പാർട്ട് 1ൽ 20 മാർക്കാണ്. അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിഷസ് ആൻഡ് മേജർ അക്വാട്ടിക് ഓർഗനൈസം വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ്, അക്വാട്ടിക് ബയോഡൈവേഴ്സിറ്റി, ഹാബിറ്ററ്റ്സ്, ഫുഡ് ആൻഡ് ഫീഡിംഗ് ഹാബിറ്റ്സ് ഓഫ് ഫിഷസ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. അത് 20 പാർട്ട് 1 എന്ന് വെച്ചാൽ 20 മാർക്കിൻ്റെയാണ്. 20 മാർക്കാണ് പാർട്ട് 1. ഓക്കെ, പാർട്ട് 2 നമുക്ക് 5 മാർക്കാണ്. മറൈൻ ക്യാപ്ചർ ഫിഷറീസ് ഇൻ ഇന്ത്യ ആൻഡ് അക്രോസ് ദ ഗ്ലോബ്, ബ്രാക്കിഷ് വാട്ടർ ഫിഷറീസ്, ബാക്ക് വാട്ടേഴ്സ് ആൻഡ് എസ്റ്റോറിയസ്, മെത്തേഡ്സ് ഓഫ് ക്യാച്ചിങ് ഫിഷസ് തുടങ്ങിയതാണ് നമ്മൾ പാർട്ട് 2 പഠിക്കേണ്ടത്. അത് 5 മാർക്കാണ്. പാർട്ട് 3 കൾച്ചർ പ്രാക്ടീസസ് തുടങ്ങി പോണ്ട് പ്രിപ്പറേഷൻ, അക്വാട്ടിക് വീഡ്സ് ആൻഡ് ദെയർ കൺട്രോൾ, പ്രീ സ്റ്റോക്കിംഗ് മാനേജ്മെന്റ്, പോസ്റ്റ് സ്റ്റോക്കിംഗ് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ, കുറേ ടോപ്പിക്സ് ഉണ്ട്. ഫിഷ് കൾച്ചർ അടക്കമുള്ള ടോപ്പിക്കുകളെല്ലാം വരുന്നത്. അതുപോലെ ഫിഷിന്റെ ഡിസീസസ്, അതിന്റെ ഹെൽത്ത് മാനേജ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം എവിടെയാണ് വരുന്നത്? ഈ പാർട്ട് 3 വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സിലബസ് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അപ്പോൾ നോർമലി നമുക്ക് പാർട്ട് 4 ഫിഷിന്റെ ജെനറ്റിക്സ്, അതുപോലെ തന്നെ സെലക്റ്റീവ് ബ്രീഡിങ്, ഹൈബ്രിഡൈസേഷൻ, കൊമേഴ്ഷ്യൽ സീഡ് പ്രൊഡക്ഷൻ തുടങ്ങിയവയാണ് നമ്മുടെ പാർട്ട് 4 വരുന്നത്. അതിനും 10 മാർക്കാണ് കേട്ടോ. 10 മാർക്കാണ്. പാർട്ട് 5 5 മാർക്കാണ്. എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് ഓഫ് ഫിഷ് ആൻഡ് ഫിഷറി പ്രോഡക്ട്സ്, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അതിനെക്കുറിച്ച് ഹെൽത്ത് ബെനിഫിറ്റ് ഓഫ് ഫിഷ് കൺസംഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് പാർട്ട് 5 പറയുന്നത്. അതിനും 5 മാർക്കാണ് ഉള്ളത്. പാർട്ട് 6 നോക്കി 5 മാർക്കാണ്. ഫിഷറീസ് എഞ്ചിനീയറിംഗ്, ഹാച്ചറീസ്, ഡ്രോയിങ് ഓഫ് വാട്ടർ സപ്ലൈ തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മൾ മേജർ എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ പവർ കാൽക്കുലേഷൻ ആൻഡ് ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ്, ഫാമിങ്ങിന്റെ സോഴ്സസ് തുടങ്ങിയവയാണ് നമ്മൾ ഏതിൽ പഠിക്കേണ്ടത്? പാർട്ട് 6 പഠിക്കേണ്ടത്. അതിനും 5 മാർക്കാണ് കേട്ടോ. പാർട്ട് 7 15 മാർക്കാണ്. ഫിഷറീസ് സ്റ്റാറ്റിറ്റിക്സ്, ഫിഷ് പോപ്പുലേഷൻ ഡൈനാമിക്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ ഇൻലൻഡ് ഫിഷറീസ് ആക്ട്, അതുപോലെ കേരള മറൈൻ ഫിഷറീസ് റെഗുലേഷൻ ആക്ട് തുടങ്ങി നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു മേഖലയിൽ നിന്നാണ് പഠിക്കുന്നത് കേട്ടോ. പാർട്ട് 7 15 മാർക്കാണ്. പാർട്ട് 8 10 മാർക്ക്. റോൾ ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻ
development of fisheries in India, various ICAR and other government institutions working of fisheries development, fisheries in the cooperative societies, apex societies, societies act, regulations, societies in Kerala എല്ലാം പഠിക്കുന്നതാണ് പാർട്ട് 8. അതിനും 10 മാർക്കാണ്. അങ്ങനെ 8 പാർട്ടായിട്ടാണ് സിലബസിനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ 8 പാർട്ടുള്ള സിലബസ് ആണ്, 100 മാർക്കാണ് ടോട്ടൽ, ഒരു പരീക്ഷയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് സിലബസ് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ അധ്യാപകർ നിങ്ങളിലേക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിലബസിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എക്സാം എന്നത്തേക്കാണ്. എക്സാം നമുക്ക് നോർമലി 6 മാസം കഴിയുമ്പോൾ നമ്മുടെ ലിസ്റ്റ് തീരുവാണ്. അപ്പൊ നമ്മൾ സിലബസ് പറഞ്ഞു, അഡ്വൈസ് ഡീറ്റെയിൽ അറിഞ്ഞു, വേക്കൻസി അത്യാവശ്യം നല്ല വേക്കൻസികൾ ഉണ്ടാവും. കാരണം 3 വർഷത്തെ റാങ്ക് പട്ടിക നിലനിൽക്കുന്ന കാലത്തോളം നല്ല വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് പ്രൊജക്ട് ഓഫീസർ. എക്സാം നമുക്ക് ഇനി അറിയാൻ നമുക്ക് എക്സാം ആണ്. എക്സാം നമുക്കൊരു 6 മാസത്തിനുള്ളിൽ പരീക്ഷ പ്രതീക്ഷിക്കാം. 6 മാസത്തിനുള്ളിൽ എന്തായാലും പരീക്ഷ ഉണ്ടാവും. കാരണം ജൂണിൽ തന്നെ ലിസ്റ്റ് തീരുവാണ്. അപ്പോൾ നമുക്കൊരു ജൂൺ മാസത്തിലേക്ക് പരീക്ഷ നടന്നാൽ തന്നെ ഒരു 2-3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പുതിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കും അവർ ആ ഒരു എക്സാംസ് ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൊജക്ട് ഓഫീസറെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഓക്കെ, അപ്പോൾ മാസ്റ്റർ കീ അക്കാഡമി പ്രൊജക്ട് ഓഫീസറിൻ്റെയും കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഞങ്ങളുടെ ഈ ഒരു നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് വഴി നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ, വേണ്ട നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ കോഴ്സിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു ഗ്രൂപ്പിലൂടെയും ഞങ്ങളുടെ കോർഡിനേറ്റർമാർ വഴിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ്, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക, കൂടെ ചേർന്നോളുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് മുന്നേറാം. ഓക്കെ, താങ്ക് യു.